എന്തായി? കാര്യങ്ങൾ സ്മൂത്ത് അല്ലേ? കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന കോള. കല്യാണിക്ക് എന്തൊക്കെയോ സൂചനകൾ കിട്ടിയിട്ടുണ്ട്. അവളെ തെളിവ് സഹിതം അഖിലാണ്ടേശ്വരെ അറിയിക്കുന്ന ആർക്കോ ഫോൺ ചെയ്യുന്നത് കേട്ടു. എനിക്ക് ഭയം തോന്നുന്നു. ഭയം? അതിനെ വേണം പേടിക്കാൻ. നൃത്ത മത്സരത്തിൽ നീ തോറ്റത് പരാജയപ്പെടുമെന്ന ഭയം കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞത് മറന്നുപോയോ? കല്യാണിയുടെ വാക്കുകൾക്ക് അഖില ഈ സമയത്ത് പുല്ല് വിലയും കൽപ്പിക്കില്ല. ഭയപ്പെടാതിരിക്കുക. ഈ ഭയം നിന്നെ കാട്ടിക്കൊടുക്കാതെ സൂക്ഷിച്ചാൽ മാത്രം മതി. നിരന്തരമായുള്ള ഫോൺ വിളി ആപത്താ. നീ സ്വസ്ഥമായിട്ട് ഉറങ്ങ്. ഗുഡ് നൈറ്റ്. ശരി, ഗുഡ് നൈറ്റ്. ഏതായാലും അവളൊന്ന് ഭയന്നു. ആരെയായിരിക്കും വിളിച്ചത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്നാലും ആരെയായിരിക്കും ഗംഗ ഫോണിൽ വിളിച്ചത്? അതാരെയാണെന്ന് കണ്ടെത്തിയ അവളുടെ ഉദ്ദേശം അറിയായിരുന്നു. ചേച്ചി എന്താ ഒറ്റക്കിരുന്ന് സംസാരിക്കുന്നത്? അതല്ല നീങ്കുട്ട, ഞാൻ പറഞ്ഞില്ലേ ഗംഗയ്ക്ക് എന്തോ ഗൂഢമായ ലക്ഷ്യമുണ്ടെന്ന്. അതെനിക്കിന്ന് ഉറപ്പായി. അവളിപ്പോ ആരെയാ വിളിച്ചതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവളുടെ ഉദ്ദേശം എന്താണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു. അതിനാണോ പാട്? ആ മൊബൈൽ എടുത്ത് കോൾ ലിസ്റ്റ് നോക്കിയാ പോരെ? ഈ സമയത്ത് വിളിച്ച നമ്പർ എടുത്ത ആളാരാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. അത് ശരി തന്നെയാ, പക്ഷെ എങ്ങനെ? ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. അതാ ഗംഗയുടെ മുറിയിൽ കേറിയിട്ടാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ചേച്ചി ആദ്യം വന്ന് എന്തെങ്കിലും എനിക്ക് എടുത്തതാ. എനിക്ക് വിശക്കുന്നു. ശരി വാ. നൃത്ത മത്സരത്തിലൂടെ തടസ്സം കണ്ടിട്ടും കല്യാണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? അതെ ഗുരുജി, ഡാൻസ് മത്സരം ഞാനോ കൃഷ്ണേട്ടനോ തീരുമാനിച്ചതല്ല. മീഡിയയിൽ വാർത്ത വന്നപ്പോ തന്നെ പ്രസ് മീറ്റ് വിളിച്ച് തിരുത്താൻ തുനിഞ്ഞതാ ഞങ്ങൾ. ബാലിശമായ ചില വാക്കുകൾ കേട്ടുപോയതിന്റെ ഫലമായത്. നടന്നു. ഇനി അതിനെക്കുറിച്ചൊരു ചർച്ച വേണ്ട. ഇനി എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കാന്നോ? ഗുരുജി, ആദ്യം ഒരു കല്യാണം മുടങ്ങിയതാ എന്റെ മോന്റെ. അതൊരർത്ഥത്തിൽ കാര്യമായി. അല്ലെങ്കിൽ നാഗമഠത്ത് തറവാട്ടിലെ ഒരു വിഷജീവി തൃച്ചംബരത്ത് കടന്നുകൂടിയനെ. ഗുരുജി, ഈ പ്രാവശ്യം എന്തെങ്കിലും തടസ്സം ഉണ്ടാവുമോ? ഇങ്ങനെ അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം എന്താ? ഇതൊക്കെ എനിക്കൊന്നറിയണം ഗുരുജി. തടസ്സങ്ങൾ ഉണ്ടാകുമോന്നറിയാൻ പഞ്ചദീപം തെളിയിക്കണം. ശരി ഗുരുജി. അതിവിടെ വെച്ച് വേണ്ട, പൂജാമുറി വെച്ചായിക്കോട്ടെ. ശരി, അങ്ങനെ ആകട്ടെ. എല്ലാവരും പൂജാമുറിയിലേക്ക് വാ. എല്ലാവരും വരണ്ട. ഗൃഹനാഥനും ഗൃഹനാഥയും മാത്രം വന്നാ മതി. ശരി, നിങ്ങളൊക്കെ ഇവിടെ നിൽക്ക്. പറഞ്ഞ
അവിടെ സ്ഥലമില്ലേ? ഇത് ആരൂഢശാസ്ത്രവും പഞ്ചദീപം തെളിയിച്ചുമുള്ള ഒരു പരീക്ഷണമാണ്. ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുക്കുക. ഉരുളിയായാൽ നന്ന്. ആ ശരി. ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഞാൻ ആദ്യം ഈ ജലത്തിലേക്ക് പഞ്ചദീപം തെളിയിച്ചിട്ട് ആരൂഢശാസ്ത്രപ്രകാരം കബഡി നിരത്തി മാറ്റിവെക്കും. ദീപം തെളിഞ്ഞു നിൽക്കുകയും കബഡി ഇരട്ടസംഖ്യ വരികയും ചെയ്താൽ ഉദ്ദേശ കാര്യസിദ്ധി ഫലം. മനസ്സിലായില്ലേ? ഉദ്ദേശിച്ച കാര്യങ്ങൾ യാതൊരു തടസ്സവും കൂടാതെ നടക്കുമെന്നർത്ഥം. ഒരു കാരണവശാലും കബഡിയിൽ ഒറ്റസംഖ്യ വരാനോ പൂജ നിർത്തിവെക്കുന്നതുവരേക്കും പഞ്ചദീപം അണയാനോ പാടില്ല. തുടങ്ങാമല്ലോ അല്ലേ? ആ തുടങ്ങാം ഗുരുജി. ഗുരുജി തടസ്സങ്ങളാണ് വിപരീത ഫലവും. ഗുരുജി ഇനിയിപ്പോ എന്താ? അഖിലേ, ഗുരുജി പറയട്ടെ എന്താണ് പരിഹാരം? ചില ഫലങ്ങൾ കൃത്യവും സൂക്ഷ്മവുമാവാം. പക്ഷേ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടല്ലോ. അതുപോലെ ഇതിനും. കബഡിയും ഒറ്റസംഖ്യയാണ്. ഇത് വിപരീത ഫലത്തെ തീർച്ചപ്പെടുത്തുന്നു. കബഡിയുടെ എണ്ണം 9. ഒൻപത് നിർധന പെൺകുട്ടികൾക്ക് മംഗല്യഭാഗ്യം കൊടുക്കണം. അതിൽ തീരുന്ന പരിഹാരമേ ഉള്ളൂ. 9 അല്ല 100 പെൺകുട്ടികളുടെ സമൂഹ വിവാഹം നടത്തി കൊടുക്കാൻ ഗുരുജി. ആനന്ദും ഗംഗയും തമ്മിലുള്ള വിവാഹം തടസ്സം കൂടാതെ നടന്നു കിട്ടിയാൽ മാത്രം മതി. ഈ പരിഹാരത്തിലൂടെ എല്ലാ തടസ്സങ്ങളും വിഘ്നേശ്വരൻ ഒഴിപ്പിച്ചു തരുമെന്ന് തീർച്ച.
ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നടക്കട്ടെ. താലികെട്ട് മുമ്പ് സമൂഹ വിവാഹം നടത്തിയിരിക്കണമെന്നേ ഉള്ളൂ. പിന്നെ ക്ഷേത്ര ദർശനം മുടക്കണ്ട. ഈശ്വരാനുഗ്രഹത്തിൽ മാറാത്ത ഒരു വ്യാധിയുമില്ല ഈ ലോകത്ത്. ശരി. സർവേശ്വര. ബ്രോ, ആന്റി നോക്ക്. കല്യാണ തീയതിയിൽ ചെറിയൊരു മാറ്റമുണ്ട്. ആ, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഈ വരുന്ന പൗർണമിയാണ് ഉത്തമം. അയ്യോ, അതിന് 2-3 ആഴ്ചയല്ലേ ഉള്ളൂ. അതിനെന്താ കൃഷ്ണേട്ടാ? പിന്നെ കല്യാണ ദിവസം തന്നെ നമ്മൾ ഒരു സമൂഹ വിവാഹം നടത്തുന്നു. അരവിന്ദ്, അമ്മ, ഇന്നു മുതൽ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തോളൂ. അതായത് വരുന്ന പൗർണമി നാളിൽ കല്യാണം. കല്യാണം ഓഡിറ്റോറിയത്തിലോ അമ്പലത്തിലോ ഒന്നും വച്ചല്ല, ഇവിടെ വച്ച് നടത്തും. അല്ല ചേച്ചി, കല്യാണ തീയതി മാറ്റി. ഇനിയിപ്പോ നിശ്ചയ തീയതിയിൽ വല്ല മാറ്റവും ഇല്ല. നിശ്ചയം നമ്മൾ തീരുമാനിച്ച പ്രകാരം തന്നെ നടക്കും. ഓ, ആനന്ദിന്റെയും കല്യാണിയുടെയും നിശ്ചയങ്ങൾ ഒരേ ദിവസം ഒരേ സ്ഥലത്ത് വെച്ച്. അതാണ് തീരുമാനം. എല്ലാം മംഗളമായി നടക്കും. ഒരു തടസ്സവും വരാൻ പോകുന്നില്ല. എന്നാല് ഞാനങ്ങോട്ട്. അരവിന്ദ്, അച്ഛാ, ഗുരുജിയെ കൊണ്ടാക്കിയിട്ട് വാ. ശരി അച്ഛാ. ശരി, ആയിക്കോട്ടെ. പോവാം. ഹലോ നന്ദനെ, കൊള്ളാം. നീ ഇതുവരെ ഫംഗ്ഷൻ കഴിഞ്ഞ് ഇറങ്ങിയില്ലേ? ദേ, കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. അരവിന്ദ് കൂടെ ഉണ്ടോ? ആ, ശരി ശരി, എങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. ഇനിയിപ്പോ നിങ്ങൾ വരുമ്പോ ഒരുപാട് താമസിക്കും. ഇപ്പൊ തന്നെ മണി 10 ആവാൻ പോകുന്നു. ശരി. ദേവി, അനിയൻകുട്ടൻ ആരുടെയും കണ്ണിപ്പെടാതെ നോക്കണേ. ഇതിന്നൊന്നും ഫോൺ വയ്ക്കുന്ന ഒരു ലക്ഷണവും ഇല്ല. ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുന്ന ആരെങ്കിലും കണ്ട എല്ലാം തീർന്നു. ആരുടെയെങ്കിലും കണ്ണിപ്പെടുന്നതിന് മുമ്പേ തിരിച്ചു വന്നതാ നല്ലത്. ഓക്കെ, ബൈ. ഉറപ്പായിട്ടും കല്യാണത്തിന് എത്തിയിരിക്കണം. അങ്കിളിനോട് കൂടി പറഞ്ഞേക്ക്. ഓക്കെ, ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.
ഈശ്വര, ഇനി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ മൊബൈൽ നോക്കി നമ്പർ കണ്ടെത്തണം. ഈശ്വര, ഈ കുന്ത ലോക്കാണല്ലോ. ഇനിയിപ്പൊ ഇതെങ്ങനെ തുറക്കും? ഇനി ഡേറ്റ് ഓഫ് ബർത്ത് വല്ലതും ആയിരിക്കോ? അല്ല. ഈ ലോക്ക് കഴിഞ്ഞാലല്ലേ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റൂ. ആരാത്? അവിടെ നിക്കാനാ പറഞ്ഞേ. കള്ളൻ, എല്ലാരും ഓടിവാ. ആന്റി, പോയല്ലോ. എന്ത് പറ്റി ഗംഗ? അങ്കിൾ, കള്ളൻ എന്റെ റൂമിൽ നിന്ന് ഇറങ്ങി ഓടി. കള്ളനോ? നീ എന്തൊക്കെയാ പറയുന്നത്? അതെ ആന്റി, കള്ളൻ രക്ഷപ്പെട്ട് ഓടിക്കളഞ്ഞു. അയ്യോ, കള്ളനോ? ഈശ്വര, അവനെ കാണുന്നില്ലല്ലോ. പറഞ്ഞു വിടണ്ടായിരുന്നു. അനിയങ്കുട്ടാ, എന്തു പറ്റി? എന്നെ കണ്ടോ അവര്? എന്റെ മോൻ കണ്ടില്ലേ ചേച്ചി? ഭാഗ്യം, നിന്റെ മുഖം ആരും കണ്ടില്ലല്ലോ. ഇല്ല. ആരെങ്കിലും തിരക്കി വരുന്നതിന് മുമ്പ് വാ, പോവാ. പെട്ടെന്ന് വാ. നീ ഇവിടെ കിടന്നോ. ഇത്രയും സെക്യൂരിറ്റി ഉള്ള വീട്ടിൽ കള്ളം വരാൻ വന്നങ്ങളെ. കള്ളൻ എന്റെ റൂമിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് ഞാൻ കണ്ടതാ. കള്ളനെ നീ കണ്ടോ? ഇല്ല ആന്റി, ആരും കണ്ടുപിടിക്കാതിരിക്കാൻ ബെഡ്ഷീറ്റ് തലവഴി മൂടിയാ ഓടിയത്. എന്താ ഗംഗ ഇത്? കള്ളനെ നീ കണ്ടതേ ഇല്ലേ? സൈസ് കുറുകിയ ആളാണോ അതോ പൊക്കമുള്ള ആളാണോ? ഞാൻ പറഞ്ഞില്ലേ, തിരിച്ചറിയാതിരിക്കാൻ ബെഡ്ഷീറ്റ് മൂടിയാ പോയതെന്ന്. ആ, സ്വർണ്ണോ പണോ എങ്ങാനും പോയോ? ഇല്ല, അതൊന്നും പോകാൻ വഴിയില്ല. ഞാൻ ബാത്റൂമിൽ പോയ സമയത്തെ കള്ളൻ അകത്തേക്ക് കയറാൻ വഴിയുള്ളൂ. ഞാൻ തിരികെ വന്നപ്പോ അവൻ എന്റെ മൊബൈലിൽ നോക്കിയിരിക്കുന്നതാ കണ്ട്. എന്നെ കണ്ടത് മൊബൈൽ ഇട്ടിട്ട് ഓടിക്കളഞ്ഞു. ഏതായാലും ഒരു മൊബൈൽ എടുക്കാനായിട്ട് കള്ളൻ നിന്റെ റൂമിലേക്ക് വരാൻ വഴിയില്ല. അങ്ങനെ കള്ളം വന്നിട്ടുണ്ടെങ്കിൽ അത് വേറെന്തോ ലക്ഷ്യമാകാനേ വഴിയുള്ളൂ. ഗംഗേ, നിന്റെ മൊബൈലിങ് എടുത്ത്. മൊബൈലോ? അതെന്തിനാ? എന്റെ ഫോണിൽ എന്ത് നോക്കാനാ? ഇതിലെന്തോ ഉണ്ട്. അത് അന്വേഷിച്ച കള്ള നിന്റെ മുറിയിലേക്ക് വന്നത്. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പാ. മൊബൈലിങ് എടുക്ക.
ഇത് ലോക്കാ, അൺലോക്ക് ചെയ്യ. ചെയ്യ. ഗംഗേ, എന്തിനാ മൊബൈല് കൊടുത്തത്? അതിൽ പ്രിയങ്കയുടെ ഫോട്ടോയോ നമ്പരോ കണ്ട നിനക്ക് മാത്രമല്ല എനിക്കും ചേർത്ത് തൂക്കുകയർ ഒരുക്കും.